Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. Gifts, arts and craft items, hamper boxes, electric toy vehicle, educational items, traveling and school bags, trolley boxes, office stationery, photo frame നിർമ്മിച്ചു നൽകുന്നു. Pyari Bazaar Wholesale and Retail, Pyari Junction, Padakkancherry. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന LDF UDF നിലപാടിൽ പ്രതിഷേധിച്ച് ആലത്തൂർ MP കെ രാധാകൃഷ്ണന്റെ ചേലക്കരയിലെ ഓഫീസിലേക്ക് BJP തൃശൂർ നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കുന്ന LDF UDF നിലപാടിൽ പ്രതിഷേധിച്ച് ആലത്തൂർ MP കെ രാധാകൃഷ്ണന്റെ ചേലക്കരയിലുള്ള ഓഫീസിലേക്ക് BJP തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ചേലക്കര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചും ധർണയും SMT സ്കൂൾ പരിസരത്ത് വെച്ച് ചേലക്കര CI കെ സതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ BJP തൃശൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉദ്ഘാടനം ചെയ്തു. ഈ ഇടതു വലതു മുന്നണികൾ കോൺഗ്രസ് കൊണ്ടുവന്ന ഈ നയത്തിനെ പിന്തങ്ങിക്കൊണ്ട് അവിടെ നിലനിന്നു എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയേണ്ടവര് ഇവിടെ എന്ത് ഗുണമാണ് ഇത്തരത്തിലുള്ള ഒരു ഭൂതത്തിന് തുറന്നു വിട്ടുകൊണ്ട് ഇവർ ചെയ്തത്? എന്ത് ഗുണമാണ് ഈ രാഷ്ട്രത്തിന് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? എന്റെയും നിങ്ങളുടെയും ഒക്കെ ഭൂമി കരമടക്കാൻ ചെല്ലുമ്പോൾ 100 നൂലാമാലകൾ ഉണ്ടെങ്കിൽ പരമാധികാരമുള്ള ഒരു വഖഫ് ബോർഡിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? എന്തിനു വേണ്ടി സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? 2013 നമുക്കറിയാം, ഇനി നിലവില് വീണ്ടും അധികാരത്തിലേറാൻ UPA സർക്കാരിന് ഒരു സാഹചര്യവുമില്ല എന്ന് കണ്ടപ്പോൾ കൊണ്ടുവന്നതല്ലേ 2013 അമെൻഡ്മെന്റ്. എന്നാണ് ഇതിന്റെ തുടക്കം? ഈ വഖഫ് നിയമങ്ങൾ എന്നാണ് തുടക്കിയത്? അതിന്റെ തുടക്കം ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ്. അവിടെ പോലും അനുവദിക്കാത്ത പറയുമ്പോൾ അവർ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി എന്നുള്ള പോളിസിയാണ് സ്വീകരിച്ചത്. വിഭജിച്ച് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ള നിയമം അവർ പോകുമ്പോൾ ഇവിടെ തല്ലൂടി എല്ലാവരും ചാവണം എന്നുള്ള ചിന്തയിൽ അവരുണ്ടാക്കിയ പല കാര്യങ്ങളും അതിൽക്കും മേലെ പോയിക്കൊണ്ട് UPA സർക്കാർ അതിലും ഉപരിയായിട്ട് ഇവരെ പ്രീണിപ്പിച്ചത് എന്തിനു വേണ്ടിയാ? ഈ വഖഫ് ബോർഡിൽ ഇരിക്കുന്ന ആളുകളെ വെച്ചിട്ട് കുറെയൊക്കെ കച്ചവടം നടത്താന്, കുറെ പാവങ്ങളുടെയും മുസ്ലിങ്ങളുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി ഈശ്വരീയം എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കബളിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ നിലപാട് സ്വീകരിച്ചത്? സംസ്ഥാന കൗൺസിൽ അംഗം ഉല്ലാസ് ബാബു, മുൻ തൃശൂർ ജില്ലാ ട്രഷറർ അനീഷ് മാസ്റ്റർ, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ PK മണി, E ചന്ദ്രൻ, ഗിരീഷ് മാഷ്, ചേലക്കര മണ്ഡലം പ്രസിഡന്റ് TC പ്രകാശൻ, ചെറുതുരുത്തി മണ്ഡലം പ്രസിഡന്റ് MA രാജു, വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് രഞ്ജിത്ത് K കേവലം, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു തയ്യിൽ, കൈപ്പറമ്പ് മണ്ഡലം പ്രസിഡന്റ് ബിജീഷ് ഭാസ്കരൻ, വടക്കാഞ്ചേരി മുൻ മണ്ഡലം പ്രസിഡന്റ് നിത്യാസാഗർ, ചേലക്കര മുൻ മണ്ഡലം പ്രസിഡന്റ് PK കണ്ണൻ, ചെറുതുരുത്തി മുൻ മണ്ഡലം പ്രസിഡന്റ് രാജ്കുമാർ PR എന്നിവർ നേതൃത്വം നൽകി. VCB ന്യൂസ്, ചേലക്കര. You are watching VCB News.